അപ്പോളജറ്റിക്സ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു ചാനലിൽ ഈ വിഷയങ്ങൾ 2-3 സമകാലിക സംഭവങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. ജോർജിയോന്റെ ചാനലിൽ അത് കിടക്കുന്നുണ്ട്. നിങ്ങൾ അതൊക്കെ പോയി കാണുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യേണ്ടത് ആവശ്യവുമാണ്. ദാവാപ്രവർത്തകർ അതിന് വെള്ള പൂശിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഇപ്പൊ ഇവിടെ ഹമാസിന്റെ പോരാളികൾ ദൈനംദിനം കീഴടങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയൊന്നും ഇവരാരും കാണുന്നില്ല. എന്ന് മാത്രമല്ല, പലസ്തീൻ അത് ഇവരുടെ ഭൂമിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെയുള്ള മാധ്യമ പ്രവർത്തകർ, രാഷ്ട്രീയക്കാരൊക്കെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ 2000 വർഷത്തെ ചരിത്രം ഇവിടെയുള്ള എല്ലാവരും തിരസ്കരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അനിൽ മുഹമ്മദും അലക്സാണ്ടർ ജേക്കബ് ഒക്കെ പറയുന്നത് പോലെ തന്നെയാണ് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ പറയുന്നത്. ഞാൻ കൂടുതൽ തുടക്കത്തിൽ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. അനിൽ കൊടിത്തോട്ടം സാറ് ഈ വിഷയത്തിൽ വളരെ പാണ്ഡിത്യമുള്ള ആളെന്ന് മാത്രമല്ല, സ്ഥലങ്ങൾ പോയി നേരിട്ട് കാണുകയും അതിന്റെ ചരിത്രവശങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കുകയും ചെയ്ത ഒരാളാണ്. ഇത്രയും നന്നായും ലളിതമായിട്ടും ഈ വിഷയത്തെ മറ്റൊരാൾ അവതരിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അത്രത്തോളം നമ്മുടെ ഹൃദയത്തിൽ തട്ടി നിൽക്കുന്ന രീതിയിൽ അത് കാര്യങ്ങൾ പറയാൻ ഈ വിഷയത്തിൽ എന്തായാലും അനിൽ പാസ്റ്റർക്ക് കഴിയും. കുറച്ചുകൂടി ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ ഈ വിഷയത്തിൽ മനസ്സിലാക്കാൻ. അപ്പോൾ തന്നെ അനിൽ മുഹമ്മദിന്റെ വാദഗതികൾ സാർ ഒരുപക്ഷെ പരിശോധിച്ചിട്ടുണ്ടാകുന്നുള്ളതാണ് എന്റെ ചിന്ത. അനിൽ സാർ സംസാരിക്കും. ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം. റീകോയിൽ നിന്നുണ്ട്. ഓക്കെ, താങ്ക് യു. പ്രിയപ്പെട്ട IBTയിലെ എല്ലാ സുഹൃത്തുക്കൾക്കും ക്രിസ്തുയേശുവിൻ നാമത്തിൽ വന്ദനങ്ങൾ. ഞങ്ങൾ ഒരു യാത്രയിലാണ്. അതുകൊണ്ട് ഇടയ്ക്ക് റേഞ്ച് കിട്ടാത്ത ഇടത്ത് ചെല്ലുമ്പോൾ ശബ്ദം മുറിയുകയോ കേൾക്കാതെ വരികയോ ചെയ്താൽ സിജോ ബ്രദർ കണ്ടിന്യൂ ചെയ്യണം. ഞങ്ങൾ കേട്ടിരിക്കാം. ഒരു കൺവെൻഷനിലുള്ള പ്രസംഗിക്കാനുള്ള യാത്രയിലാണ്. ഓക്കെ, അപ്പോൾ എനിക്കൊപ്പം നമ്മുടെ ബോണ്ട് ഉണ്ട് കൂടെ. ഞങ്ങൾ ഒരുമിച്ചുള്ളൊരു യാത്രയിലാണ്. നന്ദി. അപ്പോൾ ആദ്യം തന്നെ സമീപകാല സംഭവങ്ങളിൽ പാലസ്തീനിയൻ പ്രശ്നത്തിൽ ഡോക്ടർ അനിൽ മുഹമ്മദും സഹോദരൻ മുഹമ്മദ് ഇസയും ഒക്കെ എടുത്തിട്ടുള്ള ഒരു നിലപാട് സംബന്ധിച്ച് ഉള്ള ഒരു വിമർശനമാണ് മുമ്പോട്ട് വെക്കുന്നത്. നമ്മൾ ഒരു വിഷയത്തിൽ കാഴ്ചപ്പാട് സ്വീകരിക്കുന്നത് മതം, രാഷ്ട്രീയം ഇവയുടെ ആണ് ഒന്നാം സ്ഥാനത്ത് പ്രതിഷ്ഠിക്കേണ്ട കാര്യം. അത് നഷ്ടപ്പെട്ടു പോകുന്നിടത്ത് മറ്റൊന്നിനും പ്രസക്തിയില്ല. അപ്പോൾ ഈ വിഷയത്തിൽ എങ്ങനെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്? ആദ്യം തന്നെ പറയാം, വാസ്തവത്തിൽ ഇപ്പോൾ നടക്കുന്നത് പാലസ്തീൻ ഇസ്രായേൽ സംഘർഷമല്ല, അത് ഹമാസ് ഇസ്രായേൽ പോരാട്ടമാണ്. അപ്പോൾ ഹമാസ് ഇസ്രായേൽ പോരാട്ടത്തെ പാലസ്തീൻ ഇസ്രായേൽ സംഘർഷമാക്കി കൂട്ടി വായിക്കേണ്ടി വരുന്നത് ഹമാസ് പാലസ്തീനെ വിമോചിപ്പിക്കുന്ന PLO പോലെയുള്ള സമാന്തര ഓർഗനൈസേഷനാണെന്നും അവരുടേത് ചെറുത്തുനിൽപ്പാണെന്നും പോരാട്ടമാണെന്നും ഒക്കെയുള്ള ഒരു ഇടതുപക്ഷ വീക്ഷണം. അപ്പോൾ ആ വീക്ഷണത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു ചിന്ത പൊതുവിൽ രൂപപ്പെട്ടിരിക്കുന്നത്. ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തിലേക്ക് തീവ്രവാദപരമായി ചിന്തിക്കുന്ന ഒരു സംഘടന, അവർ അത്യാധുനികങ്ങളായ ആയുധങ്ങൾ പ്രയോഗിക്കുന്നു, മിസൈലുകൾ പ്രയോഗിക്കുന്നു, ജനസാമാന്യങ്ങളെ കൊന്നൊടുക്കുന്നു. എപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഒരു യുദ്ധത്തിലും ഈ സാധാരണ ജനങ്ങളെ കൊല്ലുന്നതിനെ ന്യായീകരിക്കാൻ കഴിയില്ല. ഒരു യുദ്ധത്തിൽ പടയാളികൾക്ക് കൊല്ലാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ആക്രമിക്കാൻ സാധിക്കുന്നത് എതിർപക്ഷത്തെ പടയാളികളെയാണ്. അതുകൊണ്ടാണ് ജനവാസ മേഖലകളിൽ ഒന്നും ഒരിക്കലും ആക്രമണം നടത്തരുതെന്നാണ് നമ്മൾ ജനീവ കരാറിലും മറ്റ് അന്തർദേശീയ യുദ്ധത്തെ സംബന്ധിച്ച കാഴ്ചപ്പാടുകളിലും ഒക്കെ പറയുന്നത്. ഇവിടെ സാധാരണ മനുഷ്യർ, വഴിപോക്കർ ഒക്കെ അവരൊക്കെ ആക്രമിക്കപ്പെടുന്നു. ജോലി കഴിഞ്ഞ് വരുന്നവർ ഒക്കെ ആക്രമിക്കപ്പെടുന്നു. ഇത് ഒരു പുതിയ സംഭവമല്ല. ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ ഇരകൾ, ഒന്നാമത് ഞാൻ പറയാറുണ്ട്, ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ ഇരകൾ നിരക്ഷരരായ പാവം മുസ്ലിങ്ങളാണ് ഒന്നാമത്തെ ഇരകൾ. അതിന് രണ്ടാമത്തെ ഇരകൾ സാധാരണ മനുഷ്യരാണ്, മറ്റു മനുഷ്യരുമാണ്. അപ്പോൾ നമ്മൾ കണ്ടു, ഈ തീവ്രവാദ സംഘടനകൾ ഏറെ ഉണ്ടെങ്കിലും അവരൊക്കെ പ്രവർത്തിക്കുന്നതിനൊരു രീതി ശാസ്ത്രമുണ്ട്. ഈ സാധാരണ മനുഷ്യരെ അങ്ങനെ തീവ്രവാദ സംഘടനകൾ കൊല്ലാറില്ല. എക്സാമ്പിൾ, നമ്മളേറെ അറിയുന്ന മാവോയിസ്റ്റുകളൊക്കെ ഉണ്ട്, നക്സലുകളൊക്കെ ഉണ്ട്. ഇവരെവിടെയും പോയിട്ട് സാധാരണ മനുഷ്യരെ അല്ല കൊല്ലുന്നത്, മറിച്ച് സമ്പന്നരായ മനുഷ്യരെ. അത് തന്നെ ഞങ്ങൾ ന്യായീകരിക്കുന്ന കാര്യമൊന്നുമല്ല. പക്ഷെ വഴിയിൽ നിൽക്കുന്ന മനുഷ്യരെ, അല്ലെങ്കിൽ എയർപോർട്ടിൽ നിൽക്കുന്ന ആൾക്കാരെ, സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ, അവരെ പിടിക്കുക, ആക്രമിക്കുക എന്നൊക്കെ പറയുന്ന ശൈലി ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ മാത്രം പ്രയോഗിച്ചു കണ്ടുവരുന്ന ഒരു ശീലമാണ്, ഒരു രീതിയാണ്. അപ്പോൾ ഇവിടെയും നമ്മൾ കാണുന്നത് സെയിം രീതിയാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം,
ഈ പാലസ്തീൻ വിമോചനത്തിന് വേണ്ടി ഇതുവരെ പമ്പ് ചെയ്ത പണമുണ്ട്. ഖത്തർ പോലെയുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ മറ്റ് അറബ് കൺട്രീസ് കൊടുത്തിട്ടുള്ള പണമുണ്ട്. ഈ പണം മാത്രം മതി അവർക്ക് വളരെ സുഖകരമായി ജീവിക്കാൻ പറ്റുന്ന അന്തരീക്ഷമുണ്ട്. ഇവരെ നിർത്തിക്കൊണ്ട് ഈ പാലസ്തീനികളുടെ കഷ്ടപ്പാടുകൾ പൊതുജന സമക്ഷം പറഞ്ഞിട്ട് ഫണ്ട് പിരിക്കുന്ന വലിയ പ്രക്രിയയിലാണ് ഹമാസ് പോലെയും ഒക്കെ ഉള്ള വലിയ ലോബികൾ. ഈ പണിയാണ് പണ്ട് യാസർ അറാഫത്ത് ചെയ്തുകൊണ്ടിരുന്നത്. ഇദ്ദേഹം പോയിട്ട് കുവൈറ്റിൽ നിന്ന് അതുപോലെ തന്നെ മറ്റിതര അറബ് രാജ്യങ്ങളിൽ നിന്നെല്ലാം ഫണ്ട് പിരിച്ചു. കുവൈറ്റിൽ നിന്ന് കോടികൾ പിരിച്ചെടുത്തിട്ട് ആ കുവൈറ്റിനെ ആക്രമിക്കാൻ സദ്ദാം വരുമ്പോൾ സദ്ദാമിന് അനുകൂലമായ നിലപാടെടുത്തുകൊണ്ട് കുവൈറ്റിനെ ഒറ്റിക്കൊടുത്ത മനുഷ്യനാണ് യാസർ അറാഫത്ത് എന്ന് പറയുന്നത്. ഞാൻ ഒരു സംവാദത്തിൽ ഡോക്ടർ PJ വിൻസെൻ്റ് എന്നറിയപ്പെടുന്ന ഇടതുപക്ഷ സഹയാത്രികനുമായി ടോക്ക് ചെയ്ത ഒരു വലിയ വീഡിയോ കിടപ്പുണ്ട്. ആ വീഡിയോയിൽ ഇദ്ദേഹത്തെ യാസർ അറാഫത്ത് എന്ന ഭീകരനെ അങ്ങനെ വിശേഷിപ്പിച്ചതിൽ പുള്ളി ക്ഷോഭിതനായിട്ട് പൊട്ടിത്തെറിക്കുന്ന രംഗമുണ്ട്. ഇദ്ദേഹത്തെ പിന്നെ എങ്ങനെയാണ് നമ്മൾ വിശേഷിപ്പിക്കേണ്ടത് എനിക്കറിയില്ല. എത്ര മനുഷ്യരെ നിരപരാധികളെ കൊന്നൊടുക്കി ഇതിൻ്റെ പേരിൽ. ഇദ്ദേഹം ശേഖരിച്ച സമ്പത്തല്ല ഇവിടെ. അപ്പോൾ ഇങ്ങനെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള ഫണ്ട് സ്വരൂപിക്കാൻ വേണ്ടി ഈ പാലസ്തീനിലെ പാവപ്പെട്ട മനുഷ്യരെ കരുവാക്കുകയാണ് ഹമാസ് പോലെയുള്ള സംഘടനകൾ ചെയ്യുന്നത്. ഹിസ്ബുള്ളയും മറ്റൊന്നല്ല. ഇനി നമുക്കിതിലേക്ക് ഈ പ്രശ്നത്തെ കണ്ടെത്തേണ്ടത്, ഞാൻ പറയും, ചരിത്രപരമായിട്ടാണോ ഈ മുഹമ്മദ് ഈസയോ അനിൽ മുഹമ്മദോ ഒക്കെ ഈ വിഷയത്തെ സമീപിക്കുന്നത്? ചരിത്രപരമായിട്ടാണെങ്കിൽ അമ്പെ അവർ പരാജയപ്പെട്ടിരിക്കും. കാരണം ഒരു ചരിത്രവും ഇന്നത്തെ ഹമാസ് തീവ്രവാദത്തെ ന്യായീകരിക്കത്തക്ക വിധത്തിൽ ഇല്ല എന്ന് മനസ്സിലാക്കണം. ഈ ഭൂമി ഒരിക്കലും ഇത് ഇസ്ലാം മതത്തിൻ്റെ അധീന മേഖലയിൽപ്പെട്ട ഇടമോ അവിടെ ആ മതത്തിനോ അതിൻ്റെ രീതിശാസ്ത്രങ്ങൾക്കോ രാഷ്ട്രീയപരമായ ഒരു അധികാരോ അവകാശമൊന്നുമില്ല ആ സ്ഥലത്ത്. അപ്പോൾ ഇവരവിടെ വന്ന വഴിപോക്കർ മാത്രമാണ്. സാന്ദർഭികമായി വന്ന് അവിടെ സെറ്റിൽഡ് ആയിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ അവിടെ ജീവിച്ചിരുന്ന ജൂതന്മാരെയോ ക്രിസ്ത്യാനികളെയോ വാളിൻ്റെ ബലത്തിൽ മതം മാറ്റുകയാണ് ചെയ്തത്. അത് മനസ്സിലാക്കണം. അപ്പോൾ വാളിൻ്റെ ബലത്തിൽ മതം മാറ്റിയ ഇടങ്ങളിൽ പിൽക്കാലത്ത് പുതിയ തലമുറ വരുമ്പോൾ അവരും ഈ തീവ്രവാദം പഠിച്ചിട്ട് കൊന്നൊടുക്കാൻ മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ. ഇതാണ് സത്യം. ഇനി പാലസ്തീൻ്റെ ചരിത്രത്തിലേക്ക് കടന്നാൽ കുറെ കൂടി ആഴത്തിൽ ചിന്തിക്കേണ്ട ചില കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഈ പാലസ്തീൻ എന്ന പേരിടുന്ന ആരാണ്? അത് റോമക്കാരിടുന്ന പേരാണ്. ഞാനത് പല വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. റോമക്കാരിട്ടിരിക്കുന്ന പേരാണ്. റോമക്കാരിട്ടിരിക്കുന്ന ഈ പേര് വാസ്തവത്തിൽ ഇവരെ പരിഹസിക്കാൻ വേണ്ടി ഇട്ട പേരാണ്. ശത്രുക്കളുടെ പേര്, ഇസ്രായേലിന്റെ ശത്രുക്കളുടെ പേരിട്ടുകൊണ്ട് റോമക്കാർ പരിഹസിക്കാൻ ഇട്ട പേരാണ്. ഞാനൊരു ഉദാഹരണം പറയുന്നത്, പണ്ടൊക്കെ നമ്മൾ നോർത്ത് ഇന്ത്യയിൽ ചെന്നാൽ നമ്മളെ മദ്രാസി എന്ന് വിളിക്കും. അപ്പോൾ പണ്ട് നമ്മുടെ ആളുകൾ പാർലമെന്റിൽ സംസാരിക്കാൻ പോലും അരേ മദ്രാസി ഇതർ ബൈറ്റിയേ എന്ന് വിളിച്ചു പറയും. ബൈറ്റോ, അല്ലെങ്കിൽ അവിടെ ഇരുന്നോ എന്ന അർത്ഥത്തിൽ വിളിച്ചു പറയും. ബൈറ്റി എന്ന് പറയില്ല, ബൈറ്റോ, ഇരുന്നാട്ടെ എന്ന് കമാൻഡ് പവറിലാണ് പറയുന്നത്. അപ്പൊ ഇത്തരം ചില രീതികൾ നമ്മുടെ ഈ റോമൻ ചരിത്രകാരന്മാരും അല്ലെ റോമൻ ഭരണാധികാരികളും സ്വീകരിച്ചുകൊണ്ട് ഇസ്രയേൽ സമൂഹത്തിന്റെ ശത്രുക്കളുടെ പേര് ഈ സ്ഥലത്തിനുണ്ടു, പാലസ്തീൻ. അങ്ങനെയാണ് ദ ലാൻഡ് ഓഫ് ഫിലിസ്തീൻസ് എന്ന അർത്ഥത്തിൽ. ഇനി ഫിലിസ്തീൻ ഇവിടെ ഉണ്ടായിരുന്നോ? ഉണ്ട്. അപ്പോൾ ഫിലിസ്തീൻ ഉണ്ടായിരുന്നെങ്കിൽ ഫിലിസ്തീനയുടെ കൊച്ചുമക്കളാണോ ഇന്ന് കാണുന്ന പാലസ്തീനികൾ? അതാണ് പറയേണ്ടത്. ആണെങ്കിൽ ഗോലിയാത്തിന്റെയൊക്കെ കൊച്ചുമക്കളായിട്ട് വരും. ഈ ഗോലിയാത്തിന് എന്ത് പറ്റി? അയാൾ വെറുതെ ഇരുന്ന ആൾക്കാരെ പോയി വെല്ലുവിളിച്ചിട്ട് പറഞ്ഞു, ഒരു ഓപ്ഷൻ മുമ്പോട്ട് വെച്ചു, ഈ രാജ്യം നമ്മൾ തമ്മിൽ അടിവെച്ചിട്ട് നിങ്ങൾ എന്നെ തോപ്പിച്ച മുഴുവൻ രാജ്യവും നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ രാജ്യം ഞങ്ങൾക്ക് തരണം. ഇതൊക്കെ വായിച്ച ഒരു കഥയാണോ ഇതെന്ന് തോന്നിപ്പോവും. ലോകത്ത് എവിടെയെങ്കിലും അങ്ങനെ നടക്കുമോ എന്നൊക്കെ തോന്നിപ്പോവും. പക്ഷെ അത് നടക്കുന്ന തെളിവ് നമ്മുടെ നാട്ടിൽ പണ്ട് നടന്ന മാമാങ്കം ഇതുപോലായിരുന്നു. രണ്ട് ചേവകര് പോരാടുക പന്തയത്തിന്. അങ്ങനെ പോരാടി തോറ്റുപോയാൽ ഈ രാജ്യവും ഇതെല്ലാം കൊടുക്കുന്ന കലാപരിപാടി പണ്ട് കേരളത്തിൽ ഒരു 100 നൂറ്റാണ്ട് മുമ്പ് നടന്നിരുന്നു. സ്വാഭാവികമായിട്ട് നമുക്ക് അത്തരം രീതികൾ അന്നത്തെ പ്രാകൃതമായ യുദ്ധമുറകളിൽ ഉണ്ടായിരുന്നു എന്ന് കരുതണം. അപ്പോൾ ഗോലിയാത്ത് എന്ന് വെല്ലുവിളിക്കുന്നു. വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ദാവീദ് ആക്രമിക്കുന്നു. ഗോലിയാത്ത് മരിച്ചു പോകുന്നു. അപ്പോൾ അങ്ങനെ ഈ ലാൻഡെല്ലാം ഇവർക്കായി. ഈ ലാൻഡിൽ തന്നെ ഏതാണ്ട് 5 പട്ടണങ്ങളേ ഉള്ളൂ ശരിക്കും ഫിലിസ്തീനയുടെ. അതിൻ്റെ പേര് യഥാക്രമം ഗത്ത്, ഗസ, അസ്കലോൻ, എക്രോൻ, ഇത്രയും സ്ഥലങ്ങളാണ്. ഈ സ്ഥലങ്ങൾ ഒഴിച്ച് വേറെ സ്ഥലങ്ങളൊന്നുമില്ല. അത് ചെറിയ നമ്മളിപ്പോൾ കടുത്തുരുത്തി, കോട്ടയം എന്നൊക്കെ പറയുന്ന പോലുള്ള 5 വില്ലേജുകളാണ്. 5 അല്ലെങ്കിൽ 5 ചെറിയ പട്ടണങ്ങളാണ്. ബാക്കി സ്ഥലം പിന്നെയും കിടക്കുകയാണ്, ഭൂരിപക്ഷ സ്ഥലം കിടക്കുകയാണ്. അപ്പോൾ ഇസ്രയേൽ എന്നറിയപ്പെടുന്ന രാജ്യത്തിന്റെ പലയിടങ്ങളിൽ ചിതറിക്കിടന്ന ഈ 5 സ്ഥലങ്ങൾ കൂടി പതുക്കെ ഇസ്രയേലിന്റെ ഭാഗമാകുകയാണ്. അപ്പോൾ അവിടെ ഇസ്രയേൽ ദീർഘകാലം ഇസ്രയേൽ എന്ന പേര് തന്നെ വരികയും റോമക്കാർ അവിടെ പിടിച്ചെടുത്തപ്പോൾ ആ സ്ഥലത്തിന് പാലസ്തീൻ എന്ന് നാമകരണം ചെയ്യുകയാണ് വാസ്തവത്തിൽ ചെയ്തത്. ഇനി മുസ്ലിം സാന്നിധ്യം എപ്പോഴാ? മുസ്ലിം സാന്നിധ്യം എവിടേക്ക് കാണുന്നത്? നമ്മൾ ഉമറിന്റെ കാലത്താണ്, ഖലീഫ ഉമറിന്റെ കാലത്താണ് മുസ്ലിം സാന്നിധ്യം ഇസ്രയേലിൽ തന്നെ കണ്ടുവരുന്നത്. അതിനുശേഷം ഈ ഇസ്ലാം ഒരു വലിയ ശക്തിയായി ലോകത്ത് പടർന്നു പന്തലിക്കുമ്പോൾ പിൽക്കാലത്ത് ഇത് ഓട്ടോമൻ തുർക്കികളുടെ കയ്യിലായി. അപ്പോൾ ഓട്ടോമൻ തുർക്കികളുടെ ആ ഭരണാധിപത്യത്തിന് കീഴിൽ ഈ രാഷ്ട്രം കിടക്കുമ്പോഴാണ്
അവിടെ നിന്ന് അവരെ തോൽപ്പിച്ചുകൊണ്ട് ഒന്നും രണ്ടും ലോകമായുദ്ധം ഓട്ടോമൻ തുർക്കികൾ കേൾപ്പിച്ച പരാജയം വലുതാണ്. വാര്യംകുന്നിന്റെ ചരിത്രമൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ വാര്യംകുന്നനൊക്കെ എന്ത് നിലപാട് അന്ന് ആ വേൾഡ് വാറിനോട് ബന്ധപ്പെട്ട് സ്വീകരിച്ചു എന്നറിയാം. അപ്പോൾ അതിൽ സംഭവിച്ച പരാജയമുണ്ട്. ആ പരാജയത്തിനനന്തരം ഈ സ്ഥലം ബ്രിട്ടന്റെ കീഴിൽ വന്നു. ബ്രിട്ടന്റെ കീഴിൽ വന്ന സ്ഥലങ്ങളെ ബ്രിട്ടൻ വിഭജിച്ചു കൊടുക്കുന്ന വഴിക്ക് പാലസ്തീനികൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് യോർദാൻ എന്ന് പറഞ്ഞൊരു രാജ്യം തരാം എന്ന് വാഗ്ദത്തം ചെയ്തു. അവർക്കത് വേണ്ട. അവർക്ക് അങ്ങനെ ഒരു രാജ്യത്തിന് ഈ സ്ഥലത്തേക്ക് വരികയും അവിടെ ഭൂമി വില കൊടുത്ത് വാങ്ങുകയും ചെയ്യുകയാണ് ചെയ്തത്. അടിസ്ഥാനത്തിലാണ് മുഹമ്മദ് ഈസയെ പോലുള്ള ആളുകൾ വാദിക്കുന്നത്. നമുക്കറിയാം അനിൽ മുഹമ്മദിനെ സംബന്ധിച്ചോളം അദ്ദേഹം ഒരു എന്താ പറയാ തികഞ്ഞ അതല്ലെങ്കിൽ ഇവർ ചരിത്രത്തെ വളച്ചൊടിക്കുന്നു. ഇനി വേറൊരാള് നമ്മുടെ അലക്സാണ്ടർ ജേക്കബാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചോളം ജിഹാദികൾ ദിവസക്കൂലിക്കെടുത്തൊരു മൈക്കുമാണ് അദ്ദേഹത്തിന്റെ വായ. അദ്ദേഹം എന്തെല്ലാം അബദ്ധങ്ങൾ വിളിച്ചു പറയുന്നത്. അദ്ദേഹമാണ് പണ്ടൊരിക്കൽ പറഞ്ഞത് മന്ത്രവാദികളെ വിളിച്ച് കേസ് വീഡിയോ സുമോട്ടോ ചെയ്യല്ലേ പോലീസ് ഇപ്പൊ തന്നെ. എന്താ ചെയ്യാൻ പറ്റാത്തത്? കാരണം ഈ മന്ത്രവാദിയെ വെച്ചിട്ട് കേസ് തെളിയിച്ചു എന്ന് പറയുമ്പോൾ ഇയാൾ തെളിവുകൾ ഉണ്ടാക്കിക്കൊണ്ട് കോടതിയുടെ മുമ്പിൽ കൊണ്ട് ബോധ്യപ്പെടുത്തി എത്ര നിരപരാധികൾ ഈ മനുഷ്യന്റെ കീഴില് ഇപ്പൊ ജയിലിനകത്ത് കിടപ്പുണ്ട്. എത്ര പേര് അതിഭീകരമായി പീഡിപ്പിക്കുമാകാരമാണ് ശരിക്കും അലക്സാണ്ടർ ജേക്കബ്. അപ്പം ഇത്തരം വിഡ്ഢികൾ വിളിച്ചു പറയുന്ന കാര്യങ്ങളുടെ പിന്നാലെ നമ്മൾ പോകരുത്. തമാശയാണ്. വോയിസ് സാങ്കേതികമായ പ്രശ്നമുണ്ട് അതില്. സാറ് യാത്രയിലാണ്, അതിന്റെ ഇടവേളയിലാണ് കയറിയത്. ഇനിയും കയറി വരും. ഈ വിഷയം നമ്മളിങ്ങനെ ചർച്ച ചെയ്തു പോകുമ്പോൾ ഞാൻ ഈ അനിൽ മുഹമ്മദിന്റെ വീഡിയോസ് ഒക്കെ ഇന്ന് കാണുമ്പോൾ ഇന്ന് കുറച്ചു നേരം ഇരുന്ന് കാണാൻ വലിയ കഴമ്പുള്ള ഒന്നും ഇല്ല എങ്കിൽ ഇദ്ദേഹം എന്താണ് ഈ പറയുന്നത്? കുറെ ആളുകൾ പറഞ്ഞു അദ്ദേഹം പറയുന്നതിന് ഒരു മറുപടി പറയണം എന്നൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങൾ കുറെ ആളുകൾ പറഞ്ഞു. നമ്മുടെ കുറച്ച് സഹോദരന്മാർ. ഞങ്ങൾ IBT മീഡിയ ഈ വിഷയത്തിൽ അനിൽ മുഹമ്മദുമായിട്ടോ അല്ലെങ്കിൽ MM അക്ബറുമായിട്ടോ മുഹമ്മദ് ഈസയുമായിട്ടോ സംവാദത്തിന് റെഡിയാണ്. അവരെ കൊണ്ടുവരാൻ പറ്റുന്നവരെ കൊണ്ടുവരും. ഈ വിഷയത്തിൽ ഇത് ചരിത്രത്തിന്റെ വീക്ഷണത്തിൽ നിന്നുകൊണ്ടാണ് ഇതിനെ കാണേണ്ടത്. അങ്ങനെ ഇസ്രയേൽ പലസ്തീൻ പ്രശ്നത്തെ കാണത്തക്ക നിലയിൽ ഒരു സംവാദത്തിന് ഞങ്ങൾ സജ്ജരാണ്. അത് വെറുതെ വായ്ത്താരി അടിച്ചു പോയിട്ട് കാര്യമില്ല. ചരിത്രപരമായ റെഫറൻസുകൾ വെച്ചുകൊണ്ടുള്ള തന്നെ സംവാദത്തിന് റെഡിയാണ്. അങ്ങനെ കൊണ്ടുവരാൻ പറ്റുന്ന ആളുകൾ കൊണ്ടുവരും. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, രസകരമായ ഒരു സംഭവം എന്താന്ന് പറഞ്ഞാൽ പലസ്തീൻ എന്ന് പറഞ്ഞ രാഷ്ട്രം ഉണ്ടായിരുന്നോ എന്നുള്ളതാണ്. ഈ പറഞ്ഞ റോമക്കാരാണ് അതിന് പേരിട്ടത്. റോമക്കാരാണ് പലസ്തീൻ എന്ന പേരിട്ടത്. ഇസ്രയേലിന്റെ ഒരു ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇസ്രയേൽ ലോകം മുഴുവൻ യഹൂദന്മാര് ചിതറിപ്പോയി. അതിന്റെ ആ ചരിത്രമൊക്കെ നമ്മൾ നേരത്തെ നമ്മുടെ ചർച്ചകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. അനിൽ സാർ ഇപ്പോഴും അതിൽ സൂചിപ്പിച്ചു. അനിൽ സാർ ലൈനിൽ വന്നോ? കേൾക്കുന്നുണ്ടോ? അൽവാസേ കേൾക്കുന്നില്ലെന്ന് തോന്നുന്നു. ഞാനുണ്ട്, പറഞ്ഞോളൂ. അപ്പം ലോകം മുഴുവൻ ചിതറിക്കപ്പെട്ടു പോയ യഹൂദന്മാർ എത്ര പ്രവാസങ്ങളിലൂടെയാണ് അവർ കടന്നുപോയത്, എത്ര അധിനിവേശങ്ങളിലൂടെയാണ് അവർ കടന്നുപോയത്. യൂറോപ്യൻ രാഷ്ട്രങ്ങളിലൊക്കെ വലിയ കൊടിയ പീഡനത്തിലൂടെ യഹൂദന്മാർ കടന്നുപോയ കാര്യം നമുക്കറിയാം. പിന്നെ നവോത്ഥാനമൊക്കെ വന്നപ്പോഴാണ് അത്തരം സ്ഥിതിഗതികൾക്കൊക്കെ വ്യത്യാസമുണ്ട്. മശിഹായെ കൊന്ന ആളുകൾ എന്ന പേരിൽ യൂറോപ്പിലൊക്കെ കണ്ടമാനം പീഡിപ്പിക്കപ്പെട്ടു. കാരണം ക്രിസ്ത്യാനിറ്റി ഒരു റോമൻ മിശ്രിത മതമായിട്ട് മാറി, ഒരു രാജകീയ മതം പോലെയായിട്ട് മാറി. ഈവൻ കാത്തലിക് രാജ്യങ്ങളിലും പ്രൊട്ടസ്റ്റന്റ് രാജ്യങ്ങളിലും വളരെ ക്രൂരമായിട്ട് യഹൂദന്മാർ പീഡിപ്പിക്കപ്പെട്ടു. എപ്പോഴാണ് ഇവർക്ക് തിരിച്ചുവരവുകൾക്ക് അവസരം ഒരുങ്ങുന്നത്? അത് ശരിക്കും പറഞ്ഞാൽ 1800-കൾക്ക് ശേഷമാണ് ജൂവിഷ് കുടിയേറ്റം നമ്മൾ ഇവിടേക്ക് കാണുന്നത്. അത്തരത്തിലെ ഹിസ്റ്റോറിക്കൽ റെഫറൻസ് ഒക്കെ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ഇതിലൊക്കെ പറഞ്ഞു പോയിട്ടുള്ളതാണ്. അതിനുശേഷം 1-ാം ലോക മഹായുദ്ധം, 2-ാം ലോക മഹായുദ്ധം ഒക്കെ നടക്കുന്ന ഒരു സമയം കൂടിയുണ്ട്. ആ സമയത്തൊക്കെ ബ്രിട്ടനും സഖ്യേഷ്യകൾക്കൊക്കെ ചെയ്ത് ഉപകാര നിമിത്തം വില കൊടുത്ത് ഭൂമി വാങ്ങാനുള്ള അവസരം അവരൊരുക്കി കൊടുക്കുകയാണ്. അങ്ങനെയാണ് യഹൂദന്മാർ പല ഘട്ടങ്ങളിലായിട്ട് അവരെ ഭൂമിയിലേക്ക് തിരിച്ചു വരുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് അബ്രഹാം വിലയ്ക്ക് വാങ്ങിയ ഭൂമിയാണ്. അതുപോലെ തന്നെ ഇസ്രയേൽ അവർ യുദ്ധം ചെയ്ത് കൈവശപ്പെടുത്തിയ ഭൂമിയാണ്. ദാവീദ് യബൂസ്യരുടെ കയ്യിൽ നിന്ന് യുദ്ധം ചെയ്ത് കൈവശപ്പെടുത്തിയ നഗരമാണ് യെരുശലേം.
അതുപോലെ ദാവീദ് അരവനയുടെ കയ്യിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയ ഭൂമിയുണ്ട്. അപ്പൊ ഇസ്രയേലിനെ സംബന്ധിച്ച് 2000 വർഷത്തെ ചരിത്രമുണ്ട്. AD 70 മുതൽ 135 വരെയുള്ള ആ ഒരു ചരിത്രം, റോമൻ സാമ്രാജ്യത്തിന്റെ ഭരണകാലഘട്ടം നമ്മൾ പരിശോധിക്കുമ്പോഴാണ് കടുത്ത പീഡനം ഇസ്രയേലിനെതിരെ ഉണ്ടാകുന്നത്. AD 67 വെസ്പേഷ്യനും നമ്മുടെ നമ്മുടെ നീറോയുടെ സൈന്യാധിപനായിട്ടുള്ള വെസ്പേഷ്യൻ, അദ്ദേഹത്തിന്റെ പുത്രനായ ടൈറ്റസും അവിടേക്ക് വരുന്നു. അവര് യഹൂദന്മാരെ കൂട്ടക്കൊല ചെയ്യുന്നു. ഗലീല തടാകം ചുമന്നു എന്നൊക്കെയാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ആ കൂട്ടക്കൊല ചെയ്യുന്നു. AD 68 നീറോ മരിക്കുമ്പോൾ വെസ്പേഷ്യന് തിരികെ പോകേണ്ടി വരികയാണ്. അപ്പൊ നമ്മുടെ ടൈറ്റസിന് ആ ചുമതല കൊടുത്തുകൊണ്ട് യഹൂദന്മാരെ കൊന്നു കൊല വിളിക്കാനുള്ള ചുമതല ടൈറ്റസ് ഏറ്റെടുത്തു. ടൈറ്റസ് പിന്നെ ടൈറ്റസ് എന്താണ് ജൂവിഷ് ടെമ്പിളും അതുപോലെ തന്നെ യെരുശലേം നഗരവും നശിപ്പിക്കുകയാണ്. അതിനുശേഷം അവിടെ തുടങ്ങുകയാണ് യഹൂദന്മാരുടെ ലോകം മുഴുവനുള്ള അവരുടെ ചിതറിപ്പോക്ക്. അത് AD 135 വരെ ഉണ്ട്. കുറച്ച് മാത്രമായി ശേഷിക്കുന്ന യഹൂദന്മാരെ പിന്നെ ഒരിക്കലും അവിടേക്ക് കയറാൻ കഴിയാത്ത വിധത്തിൽ യഹൂദന്മാർക്ക് ആക്കുന്നത് AD 135 അപ്പം ലോകം മുഴുവൻ അവർ ചിതറിക്കുകയാണെന്ന് മാത്രമല്ല, ഈജിപ്തിലേക്കൊക്കെ അടിമകളായിട്ട് അവരെ വിൽക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആവർത്തന പുസ്തകം 28 പറയുന്ന ഒരു പ്രവചനമുണ്ട്. ഞാൻ അടിയാട്ടികളും അടിമകളുമായിട്ട് വിൽക്കുമെന്നൊക്കെ പറയുന്ന ഒരു പ്രവചനം, ബൈബിൾ പ്രവചനം കൂടിയൊക്കെ അവിടെ നിറവേറുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ കൊടിയ പീഡനത്തിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു ജനതയാണ് യഹൂദന്മാർ. അപ്പൊ ഈ യഹൂദന്മാര് തിരിച്ചു വരുന്നതും വില കൊടുത്തുകൊണ്ട് തന്നെയാണ്. അപ്പൊ സാർ പറഞ്ഞതുപോലെ ഖലീഫ ഉമറിന്റെ ആ സമയത്താണ് അവിടേക്ക് ഇസ്ലാമിന്റെ ഒരു കടന്നുകയറ്റം ഉണ്ടാകുന്നത്. അനിൽ സാർ കേൾക്കുന്നുണ്ടെങ്കിൽ തുടർന്നോളൂ. അനിൽ സാറേ കേൾക്കുന്നില്ലോ തോന്നുന്നു. കേൾക്കുന്നുണ്ടോ? തുടർന്നോളൂ. ഓക്കെ. ഇത്രേ ഉള്ളൂ. ഈ പിന്നെ ക്രൈസ്തവര് ജൂതന്മാരെ ക്രൈസ്തവ രാഷ്ട്രങ്ങളിൽ കൊന്നു, ജൂതന്മാരൊത്തിരി പ്രവാചകന്മാരെ കൊന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഫോളോയിങ് ചില കമന്റുകൾ ഇടുന്നുണ്ട്. ഒരു സെക്കൻഡ്, എനിക്കൊരു കോൾ എടുത്തേ പറ്റും. ഞാൻ വഴി അറിയാൻ വേണ്ടിയാണ്. അത് കഴിഞ്ഞ് ഇപ്പൊ പറയാം. കൊലയുടെ പരിപാടി സത്യത്തിൽ ഫോളോയിങ് ബൈബിളിലില്ല. എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ ദൈവശാസ്ത്രം കൊല ചെയ്യാനല്ല പഠിപ്പിക്കുന്നത്, ശത്രുക്കളെ സ്നേഹിപ്പിൻ എന്നാണ് യേശുക്രിസ്തു പഠിപ്പിച്ചത്. പഴയ നിയമത്തിലെ യുദ്ധങ്ങളെല്ലാം പൊളിറ്റിക്കൽ ആയിട്ടുള്ള യുദ്ധങ്ങളാണ്. ഇസ്രയേലും മറ്റു രാഷ്ട്രങ്ങളും തമ്മിലുള്ള പൊളിറ്റിക്കൽ യുദ്ധങ്ങളാണ്. അതിൽ ദൈവത്തിന്റെ ഇടപെടലൊക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷെ അത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ, പുതിയ നിയമത്തിന്റെ കോണ്ടാക്ഷൻ നമ്മൾ പരിശോധിക്കുമ്പോൾ, യുദ്ധം ചെയ്ത് രാജ്യം സ്ഥാപിക്കുന്ന പരിപാടി എല്ലാ ക്രൈസ്തവത, അത് ഇസ്ലാമാണ്. കൂട്ടക്കൊല ചെയ്തത് മുഹമ്മദ് അല്ലേ? എത്രയെത്ര യഹൂദ ഗോത്രങ്ങളെയാണ് മുഹമ്മദ് കൂട്ടക്കൊല ചെയ്തത്. അതിന്റെയൊക്കെ ഒരു ചരിത്രം ഞാൻ പിന്നീട് വേണമെങ്കിൽ റെഫറൻസ് വെച്ച് പറയാം. എത്രയെത്ര ആളുകളെയാണ് മുഹമ്മദ് കൊന്നത്, പതിയിരുന്ന് കൂട്ടക്കൊല ചെയ്തത്. ഖുറൈശികളെ എത്ര പേരെയാണ് അങ്ങനെ കൊന്നത്? ഖുറൈശി ഗോത്ര നേതാക്കന്മാരെ കൊന്ന് കൊല വിളിച്ച് പൊട്ടക്കിണറ്റിലിട്ട് അവരുടെ ശവശരീരങ്ങളോട് പോലും അനാദരവ് കാട്ടിയ ആളാണ് മുഹമ്മദ്. അപ്പൊ ആ മുഹമ്മദിന്റെ ചരിത്രമാണോ നിങ്ങൾ പറയുന്നത്? യഹൂദന്മാർക്കിടയിലേക്ക് പ്രവാചകന്മാർ വന്നപ്പോൾ പ്രവാചകന്മാരുടെ ചില സന്ദേശങ്ങളൊക്കെ അങ്ങനെ സ്വീകരിക്കുക, അതായത് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അവർക്കുണ്ടായിട്ടുണ്ട്. പ്രവാചക വചനങ്ങൾ പലപ്പോഴും കേൾക്കാതെ അത് കാര്യമായിട്ട് എടുക്കാത്ത സന്ദർഭങ്ങളിലാണല്ലോ അവർ പ്രവാസത്തിലേക്കൊക്കെ പോകുന്നത്. സാറ് പറഞ്ഞോളൂ. ഇതിനകത്ത് പറയേണ്ട ഒരു കാര്യം, ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവ രാഷ്ട്രങ്ങളെന്നറിയപ്പെടുന്ന രാജ്യങ്ങൾ ഈ പറയപ്പെട്ട ജൂതന്മാരെ എല്ലാം ആർക്കെതിരെ യുദ്ധം ചെയ്താലും ഞങ്ങൾ അതിനെതിരാണ്, ഞങ്ങൾക്കെതിരെ അതിനെ ന്യായീകരിക്കേണ്ട കാര്യമല്ലോ കേട്ടോ. ഇനി ഒരു രാജ്യം അവരുടെ രാജ്യ സുരക്ഷയ്ക്ക് വേണ്ടി നടത്തിയ യുദ്ധം ആ വഴിക്ക് വിടുക, അല്ലാതെ അതിന്റെ ശരിയും തെറ്റും പോലും ഞങ്ങൾക്ക് അനലൈസ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഞങ്ങളെ അത് ബാധിക്കുന്ന വിഷയമല്ല. തെറ്റെന്ന് പറയാൻ ഞങ്ങൾക്ക് എന്ത് മടി? അതായത് ക്രിസ്ത്യാനി വെട്ടിയപ്പോൾ ആ ചോരയ്ക്ക് വേറെ കളറാതെ വല്ലതും ഉണ്ടോ? അങ്ങനെയൊന്നും ഇല്ല ഫോളോയിങ് ഞങ്ങളെ സംബന്ധിച്ചോളം. അടുത്തത്, ഇദ്ദേഹം ഒരു കമന്റ് ഇടുന്നുണ്ടോ? ആ കമന്റ് എന്താണ്? വല്ല മാർപ്പാപ്പയും ചർച്ചയ്ക്ക് കൊണ്ടോ അല്ല IBT? ഇത് ഞങ്ങളല്ല ചർച്ചയ്ക്ക് വെച്ചത്, നിങ്ങളല്ലായിരുന്നു. ഈ പോസ്റ്റ് ഒട്ടിച്ച ആളുകൾ നിങ്ങളല്ലായിരുന്നോ? ഞങ്ങൾ വല്ലതും പോസ്റ്റ് ഒട്ടിച്ചോ? മുസ്ലിങ്ങൾ ധൈര്യമുണ്ടേ വാ, ഞങ്ങൾ വെല്ലുവിളിക്കുന്നു, ഇതെല്ലാം ചെയ്തോ? ഞങ്ങൾ ഇതുവഴിയെല്ലാം കണ്ടത് ഇസ്ലാം വെല്ലുവിളിക്കുന്നു, ഡിബേറ്റിന് അന്ന് ഭയങ്കര റെഡിയാണ്. എന്നിട്ട് അന്നൊന്നും മാർപ്പാപ്പയല്ലല്ലോ കൂട്ടിയെ MM അക്ബർ, വഴിയെ പോകുന്ന സാധാരണ മനുഷ്യനെ അമ്മി കൊത്താനുണ്ടോ എന്ന് ചോദിച്ചു നടക്കുന്ന സ്ത്രീകളെയും വിളിച്ച് ഡിബേറ്റിലിരുത്തിയ കക്ഷികൾ ഇപ്പൊ എന്താ പേടിച്ച് മുട്ട് വിറച്ച് മൂത്രം ഒഴിക്കല്ലേ? അതല്ലേ ശരി? ഇപ്പൊ എന്താ പറ്റിപ്പോയത്? ഇപ്പൊ എന്താ ചെയ്യാത്തത്? മാർപ്പാപ്പ വരാത്തതുകൊണ്ടാണോ? മാർപ്പാപ്പ വന്നെങ്കിലേ ഉണ്ടാവൂ ഇങ്ങനെ ചെയ്യുമെന്ന് പറയാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ? ആരോടാ മാർപ്പാപ്പ സംവാദത്തിൽ വരേണ്ടത്? MM അക്ബറോടോ? ആണില്ലേ പറയാൻ?
മനസ്സിലായില്ലേ? ആരോടാ വരേണ്ട? മാർപ്പാപ്പ ചർച്ചയ്ക്ക് ഇന്ത്യ കുറ്റവാളിയായിട്ട് പ്രഖ്യാപിച്ച് ഇന്ത്യൻ മണ്ണി കാല് കുത്താൻ അനുവാദം ഇല്ലാത്ത ഒരു കോട്ടുമുക്കരയുടെ അടുത്ത് മാർപ്പാപ്പ വരണോ? സാക്കിർ നായിക്കിന്റെ അടുത്ത് വരണോ? നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഒരു നാണം വേണ്ട ഈ പറഞ്ഞതിനകത്ത്? മുജാഹിദ് വാലിശ്ശേരിയോടാണോ സംഭവത്തിൽ വരുന്നത്? നിങ്ങളോട് ആരോടാ വരണ്ട? ഹാരിസ് മദീനെ അടുത്ത് വരണോ? മാർപ്പാപ്പയുടെ ഭാഷ എല്ലാം മനസ്സിലാകുമോ? അറബി മാത്രം അറിയാതെ പൊട്ടന്മാർക്ക് പിടികിട്ടുവോ? അള്ളാഹുവിന് ധൈര്യം ഉണ്ടോ വരാൻ? അറബി മാത്രം അറിയാവുന്ന അള്ളാഹുവിന്റെ അടുത്ത് ബഹുഭാഷാ നിപുണനായ മാർപ്പാപ്പയ്ക്ക് സംസാരിക്കാൻ പറഞ്ഞാൽ അള്ളാഹുവിന് മനസ്സിലാവും. അത് വെക്കട്ടെ, ബാക്കിയൊക്കെ പോക്കോട്ടെ. അള്ളാഹുവിന് അറബി ഒഴികെ ഒരു ഭാഷ അറിയാമെന്ന് പറയാൻ ധൈര്യം ഉണ്ടോ? അള്ളാഹുവിന് അറബി ഒഴികെ ഒന്നും അറിയാത്തതുകൊണ്ടാണ് നിങ്ങൾ ഈ അറബി ഭാഷയിൽ ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രാകൃതമായൊരു രീതിയിൽ ഇന്നും സംസാരിക്കുന്നത്. അള്ളാഹുവിന് ട്രാൻസ്ലേഷൻ വേണം. ദ്വിഭാഷയെ വെക്കാതെ മനസ്സിലാവൂല. ആ അള്ളാഹുവിന്റെ അടുത്ത് സംവാദത്തിന് വരണോ? കാര്യം വല്ല മനസ്സിലാവുമോ? മദ്രസയെ പഠിച്ചു വന്നവർക്ക് മാർപ്പാപ്പയോട് സംസാരിക്കാൻ ത്രാണി കാണുമോ? ഒന്നത് അത് പോട്ടെ, ഞാൻ മാർപ്പാപ്പയെ പുരസ്കരിച്ച് പറയല്ല. ഇതേ അവസ്ഥ പണ്ടിരിക്കുക നമ്മുടെ സനഡമറയിൽ പറ്റിയായിരുന്നു ഇതുപോലൊരു അബദ്ധം. എന്ന് വെച്ചാൽ മാർപ്പാപ്പയോട് പുള്ളി സംസാരിക്കാൻ റെഡിയാണ്. സനഡമറയെ മാർപ്പാപ്പ വരണമെന്ന് പറഞ്ഞ ഒരാളാണ്. നിങ്ങളൊക്കെ ഏത് ലോകത്താണ് നിൽക്കുന്നത്? നിങ്ങളാരും മാർപ്പാപ്പയാര്? ഇത് കേട്ടോ, ഞാൻ മാർപ്പാപ്പയുടെ ഭക്തനൊന്നുമല്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒരു തസ്തിയൊന്നുമില്ല. പക്ഷേ അറിയണം, ലോകത്തിലെ ഏറ്റവും വലിയ ഒന്നാമത്തെ ശബ്ദം മാർപ്പാപ്പയുടെയാണ്. കാരണം ഏറ്റവും വലിയ അനുഗാമികളുള്ള മനുഷ്യൻ, ഇന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ മാർപ്പാപ്പയാണ്. ഏറ്റവും അധികം അനുഗാമികളുള്ള ആൾ കത്തോലിക്ക സഭയിലെ പരമാധ്യക്ഷനായ മാർപ്പാപ്പയ്ക്കാണ്. ഞങ്ങൾ സംസാരിക്കുന്നത് പ്രൊട്ടസ്റ്റന്റ് സമൂഹത്തിന്റെ പ്രതികളായിട്ടാണ്. നിങ്ങൾ പണ്ട് വിളിച്ചതും അങ്ങനെയാ. നിങ്ങൾ എവിടെയാ? കത്തോലിക്ക സമൂഹത്തിൽപ്പെട്ട ആരെങ്കിലും നിങ്ങളുടെ ചർച്ചയ്ക്ക് പണ്ട് വന്നോ? ഇല്ലല്ലോ. ഞങ്ങളാ പണ്ടും വന്നത്, ഞങ്ങളുടെ അടുത്താ പണ്ടും സംസാരിച്ചത്. കാരണം ഞങ്ങളുടെ ജെറി തോമസിന്റെ അടുത്തും അൽകുമാർ അയ്യപ്പന്റെ ഒക്കെ അടുത്തല്ലേ തുടക്കം വിട്ടേ. അന്നേരം മാർപ്പാപ്പ ആകാത്തത് കൊണ്ട് ഞങ്ങൾ വരുന്നില്ലെന്ന് വല്ലതും പറഞ്ഞോ? ഒന്നുമില്ലല്ലോ. നിങ്ങളുടെ അടുത്തുനിന്ന് വന്ന ആൾക്കാരാരാ? MC അബ്ദുൽ നാസർ ഇപ്പോൾ വിളിക്കുന്നുണ്ടല്ലോ ഡിബേറ്റിന്. ഞങ്ങളെ വിളിക്കുന്നുണ്ടല്ലോ. അതിന് ഞങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ടാണ്. ഇപ്പം പണ്ട് പുള്ളി ഞങ്ങൾ റെഡി ആയി വന്നപ്പോൾ പുള്ളിക്ക് എന്തോ ബുദ്ധിമുട്ട് വന്നിട്ട് തിരിച്ചുപോയി. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഞങ്ങളിത് ചർച്ച വെച്ചിട്ട് എന്താ കാര്യമൊന്നും? ഞങ്ങളല്ലല്ലോ. ഏകദൈവത്തെ പറ്റി ചർച്ച വെച്ചു. ഏകദൈവമാണോ ത്രിയേക ദൈവമാണോ എന്നൊക്കെ പറഞ്ഞ് ചർച്ച വെച്ചു. എന്നിട്ട് ഓട്ടം നിങ്ങൾ കണ്ടല്ലേ. പിന്നെ നിങ്ങളുടെ തൊലിക്കട്ടിയോട് തത്തുല്യമായിട്ടൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. അത് വലിയൊരു കാര്യമാണ്. നിങ്ങളെപ്പോലെ അല്ലാതെ ആരെങ്കിലും വന്നിട്ട് ഈ നിങ്ങളുടെ ഈ എന്താ പറയുക എസൻസിന്റെ വേദിയിൽ പോയതാരാ? എന്തിനെ പറ്റിയ ചർച്ച ചെയ്യുന്നറിയണ്ടേ? മുഹമ്മദിന്റെ ധാർമ്മികത ഇത് വല്ല എവിടെയും പോയി ചർച്ച ചെയ്യാൻ പറ്റിയ വിഷയമാണോ? എവിടെങ്കിലും ഇരുന്ന് ചർച്ച ചെയ്യാൻ പറ്റിയ വിഷയമാണോ? മുഹമ്മദിന്റെ ധാർമ്മികത പോയിട്ട് നമ്മുടെ വേളം അദ്ദേഹം പോയി ചർച്ച ചെയ്തു. ചർച്ച ചെയ്യാൻ പറ്റിയൊരു ടോപ്പിക്കാണോ? അത് എടുത്തപ്പോഴേ തീർന്നില്ലേ? എന്ത് ധാർമ്മികത, എന്ത് കുന്തമാണ് നിങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നത്? എന്ത് കാര്യം ചർച്ച ചെയ്യാനുള്ളത്? എന്തെങ്കിലും ഉണ്ടോ? ഒരു ഉള്ളടക്കം? ഞങ്ങൾ വർഷങ്ങളായിട്ട് ചോദിക്കുന്ന ചോദ്യമല്ലേ. ഇനി അത്രയൊന്നും വേണ്ട. നിങ്ങൾ മാർപ്പാപ്പയോട് ഉത്തരം പറയുന്നതിന് മുമ്പ് ഇതിനൊരു ഉത്തരം പറ. കാരണം മാർപ്പാപ്പയുടെ ഒരു നിലപാടെന്ന് പറഞ്ഞാൽ അഴകുഴമ്പനാണ്. അത് പറയാൻ ഞങ്ങൾക്ക് മടിയൊന്നുമില്ല ഇത്തരം വിഷയങ്ങളിൽ. അത് തന്നെയാണ്. കാരണം ഇസ്ലാമിനെ പറ്റി അവർക്ക് വലിയ വിമർശനമൊന്നുമില്ല. അതെങ്ങനെങ്കിലുമൊക്കെ നിങ്ങൾ ജീവിച്ചു പോക്കോട്ടെ എന്നാണ് പുള്ളി കാണുന്നത്. നിങ്ങളെങ്ങനെയൊക്കെ പോക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല എന്ന് കാണുന്നതുകൊണ്ടാണ് ക്രൈസ്തവ രാജ്യങ്ങളിൽ പൊതുവെ ഒരു ഇതിന് നിങ്ങളുടെ രീതികളോട് കാണുന്നത് ഒരു വിട്ടുവീഴ്ചയാണ്. അതുകൊണ്ടാണ് UK-ലും US-ലും ഒക്കെ നിങ്ങളൊക്കെ കുടിയേറ്റം അനുവദിക്കുന്നത്. എന്താ കാര്യം? നിങ്ങളെങ്കിലും ജീവിച്ചു പോക്കോട്ടെ. പട്ടിക രാജ്യങ്ങളിൽ കയറി ചെല്ലുന്ന ആൾക്കാരാണ്, അവരോടും ജീവിച്ചു പോക്കോട്ടെ, ഇത്രേ ഉള്ളൂ. ഡിബേറ്റിനൊന്നും അവിടെ സ്കോപ്പില്ല. ഇതാണ് സ്ഥിതി. അപ്പൊ നമ്മൾ ഈ സംസാരിക്കുമ്പോൾ ഫോളോയിങ് കുറെയൊക്കെ യാഥാർത്ഥ്യത്തോട് നീതി പുലർത്തിക്കൊണ്ട് വേണം. ഓക്കെ, ഞാൻ തുടരാം. അപ്പൊ ഇത് ഫോളോയിങ് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട്. ഒരു വയറ് നിറയാനുള്ള തരത്തിൽ ഫോളോവിങ്ങിന് കിട്ടിയത് കൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. ഒരുപക്ഷെ ഫോളോവിങ്ങിന് അത് താങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് എത്തിച്ചേക്കാം. ഈ പ്രവാചകന്മാരെ കൊന്ന കാര്യമൊക്കെ പറയാം, ആളുകളെ കൊന്ന കാര്യം പറഞ്ഞിട്ടാണ് അത്രയും നമ്മൾ പറഞ്ഞത്. സത്യത്തിൽ അള്ളാഹു എന്ന് പറഞ്ഞ ആൾക്ക് സംവാദത്തിനല്ല, നേരെ ചൊവ്വേ സംസാരിക്കാൻ പോലും അറിയാൻ പാടില്ലാത്ത ആളാണല്ലോ. ആയിഷ പറയുന്നുണ്ടല്ലോ, അത് അള്ളാഹു അങ്ങനെ മറ പിടിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. ഇപ്പൊ ഈ മുഹമ്മദ് ഈസ എന്ന് പറഞ്ഞ ആളും നമ്മുടെ ഹാരിസ് മദനി IBT-യുമായിട്ട് സംവാദത്തിന് വന്ന കാര്യം നിങ്ങൾക്ക് അറിയാലോ. എന്തായി എന്നിട്ട്? എവിടെ ഇപ്പൊ ഹാരിസ് മദനി? കുറെ നാളത്തെ ഒളിവിന് ശേഷം മുഹമ്മദ് ഈസ വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് സംവാദത്തിനെന്നും പറഞ്ഞു. അനിൽകുമാർ അയ്യപ്പനെ സംവാദത്തിന് വിളിക്കുന്ന മുഹമ്മദ് ഈസ, മുഹമ്മദ് ഈസയുടെ പുസ്തകങ്ങളൊക്കെ ഇറങ്ങിയ സമയത്ത് അനിൽകുമാർ അയ്യപ്പൻ അദ്ദേഹത്തെ സംവാദത്തിന് ക്ഷണിച്ചതാണ്. ഇതൊക്കെ എനിക്ക് നേരിട്ടറിയാവുന്ന കാര്യങ്ങൾ. അതിന്റെ എഴുത്തുകുത്ത് പോലും ഞാൻ ഈസയുമായിട്ട് കൈമാറിയിട്ടുള്ള ആളാണ്. പെരുമ്പാവൂര് ചില പരിപാടികൾ നടത്തിയിട്ട് ഞങ്ങളൊരു പ്രോഗ്രാം നടത്തിയിരുന്നു. ഈസയ്ക്ക് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ അതിന്റെ എഴുത്തുകുത്തുകൾ പോലും കൈമാറ്റം ചെയ്തതാണ്. ഞാൻ പോയി നേരിട്ട് ഈസയോട് സംസാരിച്ച് സംവാദത്തിനൊക്കെ ക്ഷണിച്ചതാ. വരണ്ടേ? ആ ഈസയാണ് ഇപ്പോൾ സംവാദത്തിന് വെല്ലുവിളിക്കുന്നത്.
അന്ന് ഈസ പറഞ്ഞൊരു ന്യായം ഇപ്പം ഞാൻ ഓർക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് സംസാരിക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞിട്ട് സംസാരിക്കാൻ പോകുന്നതെന്ന് ആദ്യം എന്ത് ചെയ്യുക, എഴുതി തരണം. എഴുതി തന്നതിന് ശേഷം ഞാൻ സംവാദത്തിന് വരാമെന്നാണ് മുഹമ്മദ് ഈസ പറഞ്ഞത്. ചോദ്യ രൂപത്തിൽ എഴുതി തരാൻ. അങ്ങനെ പറഞ്ഞ ആളാണ് ഈ മുഹമ്മദ് ഈസ. ഒരു വിധത്തിലാണ് മുഹമ്മദ് ഈസയെ IBTയുമായുള്ള സംവാദത്തിന് അതിന്റെ ഇടനിലയായിട്ട് നിന്ന പയ്യന്മാർ കൊണ്ടുവന്നത്. എന്ത് ചെയ്താൽ വരത്തില്ലായിരുന്നു, അത്രയ്ക്ക് പേടിയാണ് ആശാന്. ഇപ്പോഴും ഞങ്ങൾ പറയുന്ന ഒരു തത്തുല്യമായ വിഷയത്തിൽ മുഹമ്മദിന്റെ പ്രവാചകത്വം, പൗലോസിന്റെ അപ്പോസ്തോലത്വം, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ ദൈവത്വം, അള്ളാഹുവിന്റെ ദൈവത്വം, അങ്ങനെയുള്ള വിഷയങ്ങളിലെ സംവാദത്തിന് ഈസവ ഞങ്ങളെപ്പോഴും സംവാദത്തിന് റെഡിയാണ്. സംവാദത്തിന് റെഡിയാണെന്ന്. ഇസ്ലാമിക വിഷയങ്ങളും ചർച്ച ചെയ്യണമെന്ന് മാത്രം. ഇസ്ലാമിക വിഷയങ്ങളും ചർച്ച ചെയ്യേണ്ടതാണ്. പിന്നെ നമ്മുടെ വേറെ പുള്ളിയുണ്ടല്ലോ, ഒരു എപ്പോഴും വാ തുറന്നാൽ തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ട്, MC. പുള്ളിയുടെ പേര് കൃത്യമായിട്ട് ഞാൻ എപ്പോഴും മറന്നു പോകും. അബ്ദുൾ നാസർ. ആ പുള്ളി സംവാദത്തിന് വെല്ലുവിളിച്ച് ഞങ്ങൾ ശരി എന്നാ പിന്നെ ഒരു ചർച്ചയാകാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളത് സ്വീകരിച്ച് അതിന്റെ ഡേറ്റും വിഷയമൊക്കെ ഫിക്സ് ആക്കിയിട്ട് പിന്നെ പുള്ളിനെ കാണാറില്ല. പുള്ളി ഏതോ പോയി വിളിച്ചു. എന്നിട്ട് ഫേസ്ബുക്കിൽ ഇരുന്ന് പുള്ളി തെറി പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതാണ് ഈ ടീം. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. ഇവരൊന്നും സംവാദത്തിന് ശേഷിയുള്ള ആളുകളല്ല. അനിൽ മുഹമ്മദിനെ കൊണ്ടുവരാൻ പറ്റുന്നവർ കൊണ്ടുവരെ. ഒരു സംവാദത്തിന് അനിൽ മുഹമ്മദ് വലിയ മോട്ടിവേഷൻ സ്പീക്കറാണെന്നൊക്കെ പറഞ്ഞ കുറെ വീഡിയോസ് ഇറങ്ങുന്നുണ്ട്. ഒരു സംവാദത്തിന് അനിൽ മുഹമ്മദിന് ശേഷിയുണ്ടെങ്കിൽ, അതിനെ പറ്റിയ ആളുകൾ ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ കൊണ്ടുപോരെ. അനിൽ മുഹമ്മദ് ആയിട്ടും നമുക്ക് സംവദിക്കാം. ഞങ്ങൾക്ക് അങ്ങനെ ഇന്ന ആളൊന്നുമില്ല. ദാവാക്കാരുടെ പ്രതിനിധികളായിട്ട് കാര്യങ്ങൾ പറയുന്ന ആളുകളുണ്ടെങ്കിൽ, നിങ്ങളെ വലിയ സംഭവങ്ങളായിട്ട് കാണുന്ന ആളുകളെ നിങ്ങൾ സംവാദത്തിനായിട്ട് കൊണ്ടുവരെ. അക്ബറിനെ കൊണ്ടുവരെ. അക്ബറിന് ഞങ്ങൾ എത്ര പ്രാവശ്യം സംവാദത്തിന് ചലഞ്ച് കൊടുത്തു. ആശാൻ വരാത്തതുകൊണ്ടല്ലേ. ഈ വിഷയത്തിലൊക്കെ സംവാദങ്ങൾ തുടങ്ങി വെച്ച ആളാണ് അക്ബർ. അക്ബറിനെ ഒരു സംവാദത്തിന് നിങ്ങൾ കൊണ്ടുപോരെ. പറ്റുമെങ്കിൽ ക്രൈസ്തവ ഇസ്ലാമിക വിഷയത്തിൽ ഒരു സംവാദത്തിന് അക്ബറിന് ത്രാണി ഉണ്ടെങ്കിൽ ഒരു സംവാദത്തിന് ഞങ്ങൾ അക്ബറിനെ ക്ഷണിക്കുകയാണ്. അക്ബറിനെ കൊണ്ടുവരെ. ഇതൊന്നും ഞങ്ങൾ തുടങ്ങി വെച്ച പരിപാടിയൊന്നുമല്ല. ഈസയ്ക്കൊക്കെ സംവദിക്കണമെങ്കിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ സംവദിക്കാമായിരുന്നു. വെല്ലുവിളിച്ചിട്ടുള്ളതാണ് ഈസയൊക്കെ. ഈസ എഴുതിയ പുസ്തകത്തിന്റെ ബേസിലൊക്കെ, ഇപ്പൊ ബൈബിളിന്റെ ബേസിലൊക്കെ സംവാദം നടത്തണമെങ്കിൽ യേശു പറഞ്ഞ വചനങ്ങളുടെ ബേസിൽ മാത്രം സംവദിക്കാം എന്ന് ഈസ പറഞ്ഞ് ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. പെരുമ്പാവൂർ ഞങ്ങൾ അത്ര സംവാദത്തിന്റെ വക്കിലെത്തിയതാ. അപ്പം ഞങ്ങൾ തിരിച്ചൊരു ന്യായം വെച്ചു. അതെന്താന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വചനങ്ങൾ, യേശുവിന്റെ വചനങ്ങൾ, അള്ളാഹുവിന്റെ വചനങ്ങൾ, അങ്ങനെ ഒരു സംവാദം നടത്താൻ പറഞ്ഞു. അതിലൊന്നും ആശാൻ മുന്നോട്ട് വന്നില്ല. അതിനുശേഷം അനിൽക്കൊടിത്തോട്ടം പാസ് ഞാനും കൂടി എത്ര പ്രാവശ്യം ഈസയുമായി സംസാരിച്ചു. വലിയ സംവാദങ്ങളിലേക്ക് ഞങ്ങൾ ക്ഷണിച്ചതാണ്, പലവട്ടം ക്ഷണിച്ചതാണ്. ആശാൻ വരത്തില്ല. അവസാനം നടന്ന ചർച്ചയിൽ ഒരു ഗത്യന്തരമില്ലാതെ കൊണ്ടുവന്നതാണ്. അതിലെന്തായി എന്നുള്ളത് നിങ്ങൾ കണ്ടതാണ്. അതാണ് മുഹമ്മദ് ഈസയുടെ അവസ്ഥ. അപ്പൊ പിന്നെ ഇവിടെ ഈ പറയുന്ന കാര്യങ്ങൾ, ഇവിടെ ഈ വായ്ത്താരിയായിട്ട് ഒരു വീഡിയോ ചെയ്തുകൊണ്ട് നമ്മുടെ അനിൽ മുഹമ്മദും മുഹമ്മദ് ഈസ അക്ബറൊക്കെ പറയുന്ന കാര്യങ്ങൾ ചരിത്രത്തിന്റെ പിൻബലമില്ല. അതാണ് ഏറ്റവും വലിയ വിഷയം. ഇസ്രായേൽ പലസ്തീന്റെ വിഷയത്തിൽ വളരെ വൈകാരികമായി അതുപോലെ നിഷ്പക്ഷമായിട്ടാണ് ഞങ്ങൾ പറയുന്നതെന്ന് പറയുകയും ഇസ്ലാമിക ഭൂമികയുടെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് ആ വിഷയത്തോട് ബേസ് ചെയ്തുകൊണ്ടാണ് ഇവർ സംസാരിക്കുന്നത്. ഏത് ഹിസ്റ്റോറിക്കൽ റെഫറൻസ് ആണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്? നിഷ്പക്ഷമായിട്ടൊരു ചരിത്ര പഠനം നടത്തി കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ ഞങ്ങൾ ഈ പറയുന്നത് അവർക്കും പറയാൻ പറ്റത്തുള്ളൂ. അൻസാർ വന്നോ? പാസ്റ്റേ പാസ്റ്റർ കേൾക്കുന്നില്ല ഒന്നും. അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ചരിത്രം നമ്മൾ പറഞ്ഞതുപോലെ 1800-കൾക്ക് ശേഷമാണ് അവിടേക്ക് യഹൂദന്മാർ പിന്നെയും മടങ്ങി വരുന്നത്. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് അതിന്റെ നിർണായകമായ ചുവടുവെപ്പുകൾ ഉണ്ടായിട്ടുള്ളത്. ഇതിനൊക്കെ റെഫറൻസ് ഉണ്ടെന്ന്. ഈസ എന്ന് പറയുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ. അപ്പൊ അവിടെ ഈസ പറയുന്നത് പോലെയാണ് കാര്യങ്ങളെങ്കിൽ, പലസ്തീനിലെ കാര്യങ്ങളെങ്കിൽ, ഈസ പറയുന്ന അല്ലെങ്കിൽ അനിൽ മുഹമ്മദ് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അവരുടെ സ്വന്തം ഭൂമിയാണ്, അവരുടെ ഭൂമിയാണ്. ഏത് ചരിത്രം ഈ പറയുന്ന ഇവരെല്ലാം പറയുന്ന ചരിത്രം ഏതാണ്? എം സ്വരാജ് പറഞ്ഞു ഹമാസ് പോരാളികളാണ്, അവരുടെ സ്വന്തം ഭൂമിക്ക് വേണ്ടിയാണ് അവർ പോരാടിക്കൊണ്ടിരിക്കുന്നത്. മനോരമയും അതുപോലെ തന്നെ മാതൃഭൂമി, അങ്ങനെയുള്ള കേരളത്തിലെ സകലമാന പത്രങ്ങളും മാധ്യമങ്ങളൊക്കെ പറയുന്നത് അവരുടെ സ്വന്തം ഭൂമിക്ക് വേണ്ടിയാണ് അവർ പോരാടുന്നതെന്ന്. എന്നാൽ അവിടേക്ക് ഇവർ വന്നത്, ആ കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. എന്നാണ് അവിടേക്ക് ഇവർ വന്നത്? അതിനു മുമ്പ് ഇത് ആരുടേതായിരുന്നു? അതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട വസ്തുതയല്ലേ? രാഹുൽ ഈശ്വർ ഈ കാര്യം കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ട് 2000 വർഷത്തെ ചരിത്രം അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്നതല്ല. 2000 വർഷത്തെ ചരിത്രം അങ്ങനെ തള്ളിക്കളയാൻ പറ്റുന്നതാണോ?
ഇസ്രയേലിന്റെ ചരിത്രം പഠിക്കുമ്പോൾ പേർഷ്യൻ അധിനിവേശം ഉണ്ടായിട്ടുണ്ട്. പേർഷ്യക്കാരുടെ അണ്ടറിൽ ഇസ്രയേൽ പോയിട്ടുണ്ട്, പ്രവാസത്തിലേക്ക് പോയിട്ടുണ്ട്. അതിന് മുമ്പ് ബാബിലോൺ, ആദ്യം പറഞ്ഞതുപോലെ ബാബിലോൺകാരെ ആക്രമിച്ചു. ബാബിലോൺ സാമ്രാജ്യത്തിന്റെ അണ്ടറിലായി. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇതിൽ നടക്കുന്നുണ്ട്. അതിനു മുമ്പേ അവര് അസീറിയൻ ആക്രമണത്തിന് വിധേയമായിട്ടുണ്ട്. അവിടെ ശമരിയ ആസ്ഥാനമാക്കി 10 ഗോത്രങ്ങളുമായിട്ട് ഭരിച്ച ഇസ്രായേലിനെയാണ് അസീറിയക്കാർ ആക്രമിച്ചത്. പിന്നെ ശേഷിച്ച ഒരു ഗോത്രത്തെ ആണ് നമ്മുടെ ബാബിലോൺകാർ ആക്രമിച്ചത്. ആ കാര്യം ഇതൊക്കെ ഈ ചരിത്രക്കാരാണ് നിഷേധിക്കുന്നത്. ഇസ്രായേൽ ഇങ്ങനെ പ്രവാസത്തിലേക്ക് പോയി എന്നും അധിനിവേശത്തിന് ഇരയായി എന്നുള്ളതും അവർ ഈ സാമ്രാജ്യങ്ങളുടെ അണ്ടറിൽ പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളതും അവർ ദേവാലയം ആരുടെ കാലത്താണ് തകർക്കപ്പെട്ടത്? ദേവാലയം ആദ്യം തകർക്കപ്പെട്ടത് നമ്മുടെ നെബൂഖദ്നേസറാണ്. നെബൂഖദ്നേസർ എന്ന് പറഞ്ഞ ബാബിലോൺ ഭരണാധികാരിയാണ് തകർത്തത് BC 586. അത് പിന്നീട് പേർഷ്യൻ ഭരണത്തിന്റെ സമയത്ത് ബൈബിളിൽ ആ പ്രവചനം പോലും ഉണ്ട്, കോരശിനെ കുറിച്ചുള്ള പ്രവചനം. സൈറസ് ഒരു ചരിത്ര പുരുഷനല്ല എന്ന് ആരെങ്കിലും പറയുമോ? കോരശ് അഥവാ സൈറസ് ഒരു ചരിത്ര പുരുഷനല്ല എന്ന് ആരെങ്കിലും പറയൂ? ഇല്ല, സൈറസ് ചരിത്ര പുരുഷൻ തന്നെയാണ്. ആ സൈറസിന്റെ കാലത്ത് അവർ തിരിച്ചു വരികയും പല പല ചുവടുവെപ്പുകളുമായിട്ട്, അതായത് ഇസ്രാ നെഹമ്യാവ്, അതുപോലെ തന്നെ അത്തരത്തിലുള്ള ആളുകളുടെ ചുമതലയിൽ അവര് മതിൽ പണിയുന്നു, അതുപോലെ ദൈവാലയം പണിയുന്നതൊക്കെ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റുന്നുണ്ട്. അത് പിന്നീട് റോമൻ സാമ്രാജ്യത്തിന്റെ സമയത്തേക്ക് വരുമ്പോഴാണ് AD 70 അത് തകർക്കപ്പെടുന്നത്. AD 70 ഈ റോമൻ സാമ്രാജ്യത്തിന്റെ ഒരു ചരിത്രം ജോസീഫസിന്റെ രേഖകളിൽ നമുക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ടാസിറ്റസിന്റെ രേഖകളിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഫിലോ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ എത്രയെത്ര ചരിത്ര രേഖകളാണ്. പൗരാണിക റോമിന്റെ ചരിത്രം തന്നെ പറയുന്ന പൗരാണിക ചരിത്രകാരന്മാരുടെ എഴുത്തുകൾ നമുക്കുണ്ട്. ഇന്നത്തെ ചരിത്രകാരന്മാർ ആ കാര്യങ്ങളൊക്കെ സമ്മതിക്കുന്ന കാര്യമാണ്. ജൂലിയസ് സീസർ ഇല്ലെന്ന് ആരെങ്കിലും പറയൂ? അതുപോലെ അഗസ്റ്റസ് സീസർ ഇല്ലെന്ന് ആരെങ്കിലും പറയൂ? മാർക്കാനണി ഇല്ലെന്ന് ആരെങ്കിലും പറയൂ? ജൂലിയസ് സീസർ ബ്രൂട്ടസും സംഘവും വധിച്ചില്ലെന്ന് ആരെങ്കിലും പറയൂ? അവർ വധിച്ചതിന് ശേഷം ബ്രൂട്ടസും സംഘവും കരസ്ഥമാക്കിയ റോമൻ ഭരണത്തെ നമ്മുടെ മാർക്കാന്റണിയും അതുപോലെ തന്നെ അഗസ്റ്റസ് സീസറും തിരിച്ചു പിടിക്കുന്നതൊക്കെ ചരിത്രമാണ്, അല്ലെ? അഗസ്റ്റസ് എന്നുള്ളത് റോമൻ സെനറ്റ് കൊടുക്കുന്ന അധികാരമാണ്. അഗസ്റ്റസ്, ഒക്ടേവിയൻ സീസർ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പേര്. അതിനുശേഷം മാർക്കാന്റണിയും അഗസ്റ്റസ് സീസറും രണ്ടായിട്ട് തിരിഞ്ഞ് റോമൻ സാമ്രാജ്യത്തെ ഭരിക്കുന്നു. മാർക്കാന്റണിക്ക് ക്ലിയോപാട്രയുമായിട്ട് ഒരു സ്നേഹബന്ധം ഉണ്ടാകുന്നു. അതിൽ നമ്മുടെ മാർക്കാന്റണി പിന്നെ ആ സമയത്ത് രാജ്യത്തിലുണ്ടായ ജാഗ്രതക്കുറവ് എന്ന് പറഞ്ഞാൽ താൻ ഭരിക്കുന്ന സ്ഥലത്ത് തനിക്കുണ്ടായ ജാഗ്രതക്കുറവിനെ മുതലെടുത്തുകൊണ്ട് ഒക്ടേവിയൻ സീസർ റോമൻ സാമ്രാജ്യം മുഴുവൻ ഭരിക്കുന്ന മാർക്കാന്റണിയെ തോൽപ്പിച്ചുകൊണ്ട് ഭരിക്കുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാവുന്നതാണ്. അറ്റിയം യുദ്ധമൊക്കെയാണ്, നിങ്ങൾക്ക് അറിയാവുന്ന ചരിത്രമാണ് അതൊക്കെ. അതിനുശേഷം ഈ കാലങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അഗസ്റ്റസ് സീസറുടെ കാലം കഴിഞ്ഞ് പിന്നെയും ചക്രവർത്തിമാർ വരികയാണ്. നീറോയുടെ ഒക്കെ കാലം എത്തുമ്പോഴേ വലിയ പീഡനം നടക്കുന്നത്. ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുന്നത് എന്താ സമയത്ത്? നീറോയുടെ സമയത്ത്. പത്രോസും പൗലോസും ഒക്കെ രക്തസാക്ഷിയാകുന്ന ഒരു സമയമാണ് നീറോയുടെ സമയം. നീറോയുടെ ആ സമയത്ത് AD 68 നീറോ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. നീറോ AD 68 ആത്മഹത്യ ചെയ്യുന്നുണ്ട്. AD 67 വെസ്പേഷ്യനെയും ടൈറ്റസിനെയൊക്കെ നീറോ യെരുശലേം കയ്യേറുവാൻ വേണ്ടി പറഞ്ഞയക്കുന്നത്. നീറോയുടെ മരണത്തെ തുടർന്ന് മറ്റേ പുള്ളി വെസ്പേഷ്യൻ തിരിച്ചു പോകുന്നു. ടൈറ്റസ് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അവിടെ തകർക്കുന്നു. ഈ യെരുശലേം ദേവാലയവും യെരുശലേം നഗരമൊക്കെ തകർക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ ചരിത്രമാണ്. ചരിത്രത്തെ എങ്ങനെയാണ് നിഷേധിക്കാൻ പറ്റുക? അതങ്ങനെ മുന്നോട്ട് പോയി ലോകം മുഴുവൻ അവർ ചിതറുന്നു. ഞാൻ പറഞ്ഞല്ലോ, 1800-കൾക്ക് ശേഷമാണ് പിന്നീട് തിരിച്ചുവരവുണ്ടാകുന്നത്. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് ഒരു നിർണായകമായ വിധി അതിൽ ഉണ്ടാകുന്നത്. ബ്രിട്ടനൊക്കെ ആദ്യം ഇസ്രയേലിന്റെ കൂടെ നിൽക്കുന്നുവെങ്കിലും പിന്നീട് തള്ളിപ്പറയുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നീട് നമ്മൾ കഴിഞ്ഞ ചർച്ചകളിലൊക്കെ ചർച്ച ചെയ്ത് പോയ ചില കാര്യങ്ങളുണ്ട്. 1948 മെയ് 14 സ്ഥാപിതമായത് മുതൽ എത്രയെത്ര യുദ്ധങ്ങളെയാണ് യഹൂദന്മാർ ഫേസ് ചെയ്തത്. അവിടെയൊക്കെ അവർ ജയിച്ചില്ലേ? അറബി രാഷ്ട്രങ്ങളെ എത്ര പ്രാവശ്യമാണ് തോൽപ്പിച്ചത്? 6 ദിവസത്തെ ചരിത്ര പ്രസിദ്ധമായ യുദ്ധത്തിൽ അറബി രാഷ്ട്രങ്ങളെ തോൽപ്പിച്ച ചരിത്രമൊക്കെ വളരെ നമ്മളത് വായിച്ച് പലപ്പോഴും വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള ചരിത്രമാണ് അതൊക്കെ. അങ്ങനെ തോൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മുടെ അനിൽ മുഹമ്മദ് പറയുന്നത് വലിയൊരു യുദ്ധത്തെ ഒരിക്കലും ഇസ്രയേല് അഭിമുഖീകരിച്ചിട്ടില്ലെന്ന്. പിന്നെ നമ്മുടെ ഹമാസിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അമേരിക്കയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. മില്യൺ കണക്കിന് മെഡിക്കൽ ഉപകരണങ്ങളും അതുപോലെ തന്നെ ഭക്ഷണ വസ്തുക്കളൊക്കെ അവരവിടേക്ക് കൊടുക്കുമ്പോൾ അതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് ഹമാസ് ആണ് എന്നുള്ളതാണ് അമേരിക്ക പറയുന്നത്. അത് മാത്രമല്ല, റഷ്യയുടെയും
ഇറാന്റെ ഒക്കെ ഉള്ള ഒരു ഇടപെടൽ അവിടെ ഉണ്ടെന്നുള്ള കാര്യം അമേരിക്ക പറയുന്നുണ്ട്. ജെറുസലേം പോസ്റ്റ് ജെറുസലേം പോസ്റ്റ് പത്രത്തിൽ വരുന്ന വാർത്തകൾ നമ്മുടെ ഹമാസ് പോരാളികളെ അവർ ടണലിൽ നിന്ന് പൊക്കുന്ന കാഴ്ചകൾ ആ, നമ്മുടെ ഇസ്രയേൽ ഔദ്യോഗികമായിട്ട് തന്നെ പുറത്തു വിടുന്നുണ്ട്. ഖാൻ യൂണിവേഴ്സിറ്റി ഒക്കെ വളരെ നിഷ്പ്രയാസം ഇസ്രയേൽ പിടിച്ചെടുക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോഴാണ് ഇപ്രകാരം അനിൽ മുഹമ്മദ് പറയുന്നത് ഇസ്രയേൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു വശത്ത് ഇരവാദം പറയുകയാണ്, പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മറുവശത്ത് പറയുകയാണ് എന്താണ് ഭീകരമായിട്ടുള്ള നരനായാട്ട് ഇസ്രയേൽ നടത്തുന്നു. ഇത് രണ്ടും കൂടി എങ്ങനെയാണ് ചേർന്ന് പോവുക? അത് അനിൽ മുഹമ്മദ് ഒരു ന്യായം കണ്ടെത്തുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ സാധാരണക്കാരെയും കുട്ടികളെയും ആര് കൊല്ലുന്നു? ഇസ്രയേൽ കൊല്ലുന്നു. ഹമാസിന്റെ പോരാളികൾ ഇസ്രയേലിന്റെ ആരെ കൊല്ലുന്നു? പട്ടാളക്കാരെ കൊല്ലുന്നു. ഇതാണ് അനിൽ മുഹമ്മദ് പറയുന്ന കാര്യം. സത്യത്തിൽ ഹമാസിന്റെ പോരാളികൾ എന്ന് ഇവിടെയുള്ള ആളുകൾ പറയുന്നതാണ്. നമുക്ക് അവര് തീവ്രവാദികളാണ്. ഹമാസ് തീവ്രവാദികൾ ഒന്നൊന്നായിട്ട് ഇസ്രയേൽ വീഴ്ത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മുടെ ഈ പൊത്തിൽ നിന്ന് എലി ഇറങ്ങി വരുന്നത് പോലെയാണ് ഹമാസിന്റെ പോരാളികൾ ഇറങ്ങി വന്നിട്ട് ഇറങ്ങി വന്ന് സറണ്ടർ ആവുന്ന കാഴ്ചയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അവർ പിടിക്കുന്നുണ്ട്. സാധാരണക്കാരെ കവചമാക്കി യുദ്ധം ചെയ്യുന്നത് ആരാണ്? ആശുപത്രിയെ കവചമാക്കി യുദ്ധം ചെയ്യുന്നത് ആരാണ്? സ്കൂളുകളെ കവചമാക്കി യുദ്ധം ചെയ്യുന്നത് ആരാണ്? അത് ഹമാസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാവപ്പെട്ട സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ കവചമാക്കിക്കൊണ്ട്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട്. അനിൽ പാസ് ആദ്യം പറഞ്ഞ പോലെ, ഞങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞതുപോലെ, ഈ അറബ് രാഷ്ട്രങ്ങൾ ഇവർക്ക് കൊടുത്ത ഫണ്ട് നന്നായിട്ട് ഉപയോഗിച്ചിരുന്നെങ്കിൽ പലസ്തീനിലുള്ള ജനങ്ങൾക്ക് ഇപ്പോൾ നന്നായിട്ട് ജീവിക്കാമായിരുന്നു. ആ ഫണ്ടൊക്കെ എവിടെ പോയി? ആയുധ നിർമ്മാണത്തിനും ബോംബ് നിർമ്മാണത്തിനും തീവ്രവാദ പ്രവർത്തനത്തിനുമായിട്ട് ഹമാസ മാറ്റിയില്ലേ? ആരാ അതിനെ ചോദ്യം ചെയ്യുന്നത്? അതിനെക്കുറിച്ച് ഒരു അക്ഷരം പോലും ഇവരാരും മിണ്ടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അനിൽ പാസ്റ്റർ വന്നോ?